ശ്രീ വിനോദ് സെൻ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും വർഗീയ വിഭജന അജണ്ടകൾക്കെതിരെയാണ് ഇന്ന് BJP സംസ്ഥാന വ്യാപകമായി ഒരു ജനകീയ പ്രതിരോധം പടുത്തുയർത്തിയത്. എല്ലാ ജില്ലകളിലും ഈ ഒരു പ്രതിഷേധം അലയടിക്കുകയുണ്ടായി. വളരെ കൃത്യമായി ആരാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വിനോദന് ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിലും പുറത്ത് പറയാൻ ബുദ്ധിമുട്ട് കാണും എന്നറിയാം. ബഹുഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ബഹുഭൂരിപക്ഷം പാർട്ടി ഘടകങ്ങളുടെ പിന്തുണയില്ല. KPCC-യിലെ പലരും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. MP-മാരുടെ പിന്തുണയുണ്ട് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും ഗ്രൂപ്പുകൾ VD സതീശൻ്റെ മുന്നിൽ അണിനിരന്നിട്ടില്ല. പക്ഷേ എന്നിട്ടും VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ ഏത് പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിന് വില കൽപ്പിച്ചുകൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അന്ന് തന്നെ വിമർശനം ഉയർന്നതാണ്. ആ ഫാക്ടർ പക്ഷേ ഇപ്പോഴും ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ കേരളത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്നുള്ള വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വിനോദ് സെൻ, എന്ത് വലിയ ആശങ്കയാണെന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിലെ മുസ്ലിം ലീഗ് ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുണ്ട്. 1967 സപ്തകക്ഷി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗുണ്ട്. അതിനുശേഷവും മുസ്ലിം ലീഗുണ്ട്. ഈ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവർ ആരെങ്കിലും ഇന്ത്യക്കാരല്ലാത്തവരുണ്ടോ? ഭാരതീയരല്ല. ഈ രാജ്യത്തിൻ്റെ ആധാർ കാർഡ് ഇല്ലാത്ത, ഇലക്ഷൻ ID ഇല്ലാത്ത ആളുകൾ ആരെങ്കിലും മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അത്രയും കടുകട്ടിയായിട്ട് മുസ്ലിം വിരോധം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം ജനസാമാന്യം, അത് മലപ്പുറത്ത് ജീവിക്കുന്നവരാവട്ടെ, ഈ നെയ്യാറ്റിൻകരയിൽ ജീവിക്കുന്നവരാകട്ടെ, തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരാകട്ടെ, ഇവരൊന്നും തന്നെ ഇന്ത്യക്കാരല്ല. ഇവരെല്ലാം 1982 BJP വന്നു. ഇപ്പോൾ ദീർഘകാലം കൊണ്ട് 2 ടേം കൊണ്ട് BJP, മൂന്നാമത്തെ ടൈമും BJP ഭരിക്കുന്നത് കൊണ്ട് ഈ മുസ്ലിം എന്ന് എഴുതിയിട്ടുള്ള കാസ്റ്റിൻ്റെ കോളത്തിൽ മുസ്ലിം എന്ന് എഴുതിയിട്ടുള്ള മുഴുവൻ ആളുകളും ഇന്ത്യക്കാരല്ലാതെ ആയി മാറുമോ? അല്ലല്ലോ. കേരളത്തിൽ നടന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. 140 സീറ്റിലും തെരഞ്ഞെടുപ്പാണ്. ഈ കഴക്കൂട്ടത്ത് മുരളീധരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യം ഏതാണെന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? VD സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം തൊടുപുഴയിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ പ്രകടനമാണ്. അതിൽ വെള്ളാപ്പള്ളി നടേശനെയും സതീശനെ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ UDF-ന് വാഴ്ത്തുപാട്ടായിട്ടോ മുദ്രാവാക്യങ്ങൾ ഉയരാം. അല്ലെങ്കിൽ ഈ പിണറായി സർക്കാരിനെ തറപറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ കയറുന്നത്. അപ്പോൾ പിണറായിക്കെതിരെ മുദ്രാവാക്യം മുഴക്കാം. പക്ഷേ അവിടെ ഉയരുന്ന മുദ്രാവാക്യം, തൊടുപുഴയിൽ ഉയരുന്ന മുദ്രാവാക്യം വെള്ളാപ്പള്ളി നടേശനെതിരെയും സുകുമാരൻ നായർക്കെതിരെയുമായിരുന്നു. ഇത് എന്ത് രാഷ്ട്രീയമാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യൻ പൗരത്വം ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ ദേശസ്നേഹിയാകണമെന്ന് നിർബന്ധമില്ല. വിനോദ് സെൻ, പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. അല്ലല്ലോ, ദേശസ്നേഹം നിങ്ങളാണോ നിർവചിക്കുന്നത്? 1982-ലാണോ ഈ ദേശം ഉണ്ടായത്? അല്ലല്ലോ, 82-ൽ രൂപീകരിക്കപ്പെട്ട ദേശമല്ല. എന്തുകൊണ്ട് ജനം TV ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നു എന്നുള്ളതിന്റെ ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യം ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. താങ്കൾ പറയൂ. ഞാൻ ചോദിക്കട്ടെ, മൂവാറ്റുപുഴയിലെ പ്രകടനത്തിൽ അവരെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ ഒരു രാഷ്ട്രീയ കക്ഷി തിരിച്ച് മുദ്രാവാക്യം മുഴക്കിയാൽ അതിലെന്താണ് അനുചിതം? രാഷ്ട്രീയ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം മുഴക്കാറില്ലേ? അവരെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ അവരെന്തെങ്കിലും മുദ്രാവാക്യം മുഴക്കിയിരിക്കാം. അത് ആ വിമർശനവും കാര്യങ്ങളും ആ ബന്ധപ്പെട്ട ആളുകളോടാണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ, നമ്മളൊരു വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കാനേ പാടില്ല. ഹിന്ദു നേതാക്കൾ വിമർശനം ഉന്നയിച്ചാൽ മുസ്ലിം നേതാക്കൾ വിമർശനം ഉന്നയിച്ചാൽ ഹിന്ദു നേതാക്കളോ വിമർശിക്കാൻ പാടില്ലേ? അപ്പം ഞാൻ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതേ പാർട്ടി ജമ്മു ആൻഡ് കാശ്മീരിലെ BJP സഖ്യം ചേർന്നത് ആരുമായിട്ടാണ്? PDP-യുമായിട്ടാണ്. PDP എന്നവരുടെ നേതാവാരാണ്? മുഫ്തി മുഹമ്മദ് സെയ്ദാണ്. മുഫ്തി മുഹമ്മദ് സെയ്ദ് നേതൃത്വം നൽകിയ PDP-യുമായിട്ട് BJP സഖ്യമുണ്ടാക്കി, മത്സരിച്ചു, ജയിച്ചു. മുഫ്തി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകളും മുഖ്യമന്ത്രിയായി സഖ്യം കാശ്മീരിൽ ഭരിച്ചു. അത് ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ?
അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് വിനോദ് സെൻ, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന എന്തുണ്ടായാലും നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് കാശ്മീരിലെ ഈ PDP ബന്ധം എന്നുള്ളത്. ഡിന്നി സാർ അതിനൊരു മറുപടി പറഞ്ഞിട്ട് നമുക്കൊന്ന് ഈ ചർച്ചയിലേക്ക് പോകാം. അങ്ങ് ഇടപെടുന്നുണ്ടായിരുന്നു, പറയൂ. അതെ മാഡം, ഇത് ഇവിടെ സ്ഥിരം ഒരു കാര്യമാണ് എന്തുകൊണ്ട് PDPയുമായിട്ട് നമ്മളൊരു ബന്ധമുണ്ട്. സർ, എനിക്ക് അങ്ങേറുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഭാരതത്തിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്പർ 1. ആ ഭാരതത്തിന്റെ ഇൻട്രസ്റ്റ് നമ്പർ 1 കാരണം കശ്മീർ പോലുള്ള ഒരു പ്രത്യേക ഒരു സംസ്ഥാനത്ത് അന്ന് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം നടത്തണമെങ്കിൽ PDPയുമായിട്ട് കൂട്ടുപിടിക്കണമായിരുന്നു. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഒമർ അബ്ദുള്ള ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് സാർ ശ്രദ്ധിച്ചായിരുന്നു. ഇന്നലെ ഒമർ അബ്ദുള്ള എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? അവിടെ US-ന്റെ അംബാസിഡർ വന്നപ്പോൾ ഒമർ അബ്ദുള്ള പറഞ്ഞ എന്താണെന്നറിയാമോ? ഒമർ അബ്ദുള്ള പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, സർ നിങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യില്ലേ അംബാസിഡറായിട്ട്? അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ ഞങ്ങളെ ഇവിടെ തന്നെ തീർക്കും. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ എന്തിനാണ് അമേരിക്കയുമായിട്ട് സംസാരിക്കേണ്ടുള്ളത്? അമേരിക്കയായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഡൽഹിയായിട്ടും ഇന്ത്യ സർക്കാരുമായിട്ട് സംസാരിച്ച് തീർക്കും. അതാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതേ ഒമർ അബ്ദുള്ള അച്ഛൻ ഫാറൂഖ് അബ്ദുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കശ്മീരിനെ കുറിച്ച് അറിയാത്തവരാണ് ഈ PDPയുമായിട്ട് എന്തുകൊണ്ട് സഖ്യം ചെയ്തു. PDPയുമായിട്ട് ആ സഖ്യം ചെയ്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രക്രിയ അവിടെ സ്റ്റാർട്ടായത്. അന്ന് PDPയുമായിട്ട് സഖ്യം ചെയ്തില്ലെങ്കിൽ അവിടെ രാഷ്ട്രീയം അനിശ്ചിതം വന്നാന്, പിന്നീട് വീണ്ടും പ്രസിഡന്റ്സ് റൂൾ വന്നാന്, അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് ഒരിക്കലും വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ചെയ്യേണ്ടി വന്നത്, അല്ലാതെ വേറെ ഇതൊന്നുമല്ല. അതിനകത്ത് നമ്മളൊരു വിട്ടുവീഴ്ചയൊന്നുമല്ല ചെയ്തത്. അത് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം രാഷ്ട്ര താല്പര്യം എന്തുണ്ടോ അതിന് ഒരു പ്രശ്നവും ഇല്ല. അവിടെ നമ്മൾക്ക് സഖ്യം ചേരുന്ന ഒരു പ്രശ്നം. ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ എത്രയോ പാർട്ടീസായിട്ട് നമ്മൾ ചേരുന്നുണ്ട് BJP. അവിടെ എന്താ പ്രശ്നം? അപ്പൊ ഇത് PDPയുമായിട്ട് ചേർന്ന് എന്തോ വലിയ പ്രശ്നമല്ല. PDP ഒരു മുസ്ലിം പാർട്ടി ആയിട്ടല്ല, PDP ഒരു കശ്മീർ പാർട്ടിയാണ്. അത് മനസ്സിലാക്കുക. PDP ഇസ് നോട്ട് എ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. മനസ്സിലായല്ലേ? ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ശ്രീ അഡ്വക്കേറ്റ് വിനോദ് സെൻ, അങ്ങനെ ആത്മാർത്ഥമായിട്ട് അങ്ങ് എനിക്ക് ഉത്തരം പറയുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ അങ്ങേ ഒരു ഹിന്ദു പാർട്ടി ആയിട്ടാണോ കാണുന്നത്? പറയൂ. ചോദ്യോത്തര പങ്ക്തി അല്ലല്ലോ, പറഞ്ഞു തീർന്നിട്ട് അല്ല, നമ്മുടെ ജനാധിപത്യ രീതിയല്ലേ? ചോദ്യോത്തര പങ്ക്തി അല്ലല്ലോ. ഞാൻ ചർച്ച നടത്തിക്കൊണ്ടത് എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ അതിനിടയിൽ വിശദീകരണത്തിന് ചോദിക്കുന്നതാണ് വിനോദ് സെന്നിന് ഇഷ്ടമാകാത്തത്. എന്നെ ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ. വിനോദ് സെൻ, നമ്മൾ ഈ ചർച്ചയുടെ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിച്ച ഒരു കാര്യം, ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ സാമുദായിക പ്രശ്നങ്ങളിലും, അതായത് സമുദായവുമായി ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിൻ്റെ നയരൂപീകരണത്തിൽ പോലും ഇടപെടുന്ന രീതിയിൽ വലിയ ഇടപെടലുകൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് PM ശ്രീ ആയിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ വന്ദേ മാതരം ആയിക്കോട്ടെ, ഈ പ്രശ്നങ്ങളിലെല്ലാം ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന VD സതീശനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേണൽ S. ഡിന്നി ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു അങ്ങയോട്. ഭാരതീയ ജനതാ പാർട്ടിയെ ഹിന്ദു പാർട്ടിയാണോ ആയിട്ടാണോ താങ്കൾ കാണുന്നത് എന്ന്. ഒന്ന്, ഒരു ചർച്ചയുടെ നടുവിൽ ഒരാളിനൊരു പോയിന്റ് പറഞ്ഞ് 2 വരി പൂർത്തിയാക്കുന്നതിന് മുന്നേ ചർച്ച തുടരാൻ അനുവദിക്കാതെ ഒരു മാറ്റി പിടിക്കുന്നത് ഒരു ശരിയായ രീതി. ചർച്ച തുടരാൻ അനുവദിക്കില്ല എങ്കിൽ താങ്കളെ ഈ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് തന്നെ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. ആയിക്കോട്ടെ. ആ ജനാധിപത്യ ബോധം ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് രണ്ടാമതൊരിക്കൽ കൂടി താങ്കളിലേക്ക് വന്നത്. താങ്കൾ മറുപടി പറയൂ. അത്രയും ഔദാര്യം വേണ്ട. കോൺഗ്രസിന്റെ ഭാഗം പറയാനാണ് വന്നത്. സമയം തരുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ആങ്കർമാർ ഇറക്കിവിടുന്നത് പോലെ മറുപടി പറയേണ്ടതില്ലെങ്കിൽ ഇറങ്ങിപ്പോയേക്കാം. അതല്ലാതെ ഇത് ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ, ആശയ പ്രകാശം നടത്താൻ ഒരു തരത്തിലും സമയം തരില്ല, അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞാൽ ചർച്ച തുടരാൻ ബുദ്ധിമുട്ടാണ്. 2, ഞാൻ ആദ്യമേ എൻ്റെ കാര്യം പറഞ്ഞു. മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവർ അവർ ഇന്ത്യക്കാരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാശ്മീരിലെ PDPയുമായിട്ട് സഖ്യം ചേർന്ന് കഴിഞ്ഞാൽ, അത് BJP സഖ്യം ചേർന്ന് കഴിഞ്ഞാൽ അത് മതേതര മുന്നണിയാണ്. മുസ്ലിം ലീഗുമായിട്ട് കേരളത്തിൽ BJP പല വാതിലുകളിലൂടെയും മുട്ടി നോക്കി, അവരെ കിട്ടുന്നില്ല.
BJP വിവിധമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം മുട്ടി നോക്കുന്നുണ്ട്. കിട്ടുന്നവരെല്ലാം മഹാന്മാരാണ്, ദേശസ്നേഹികളാണ്. BJP ആയിട്ട് സഖ്യം ചേരാത്തവരെല്ലാം ദേശദ്രോഹികളാണ്. BJP കാശ്മീരിൽ PDPയുമായിട്ട് സഖ്യം ചേരുന്നതിന് മുമ്പേ കാശ്മീർ ഉണ്ടായിട്ടില്ല, അവിടെ ജനാധിപത്യമില്ല, അവിടെ ഭരണമില്ല. അന്നാണ് കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നത്. ഇത്തരത്തിലുള്ള വാദങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ അധിവസിക്കുന്ന ഈ രാജ്യത്ത് ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, വിവിധ ക്രിസ്ത്യാനിയുണ്ട്, മതമില്ലാത്തവരുമുണ്ട്. ഇവരെല്ലാം ഭാരതീയരാണ്. ഇപ്പോൾ ഈ BJPയുടെ ഭരണം വന്നതിന് ശേഷം ഈ രാജ്യത്ത് BJPക്കെതിരെ ആരൊക്കെ കലഹിക്കുന്നു, ഈ രാജ്യത്തൊരു നിയമം നടപ്പിലാക്കിയാൽ, ഞാൻ പറയട്ടെ, കർഷകർ അവർക്ക് അനുകൂലമായിട്ട് എന്ന് BJP പറഞ്ഞെങ്കിലും അവർ അനുചിതമെന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നു. അവർ സമരം ചെയ്തപ്പോഴും ഇതാണ് പറഞ്ഞത്. അവരെല്ലാം ദേശദ്രോഹികളാണ്, വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നു. അവസാനം ആ നിയമം പിൻവലിക്കേണ്ടി വന്നു. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഏത് പദ്ധതി വന്നാലും യോജിക്കാനും വിയോജിക്കാനും കൈയടിക്കാനും കല്ലെറിയാനും സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനാധിപത്യ രീതിയിൽ അവിടെ മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തൊരു അവകാശവുമില്ല, അവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ അനുചിതമാണ്. ഈ രാജ്യത്ത് കാശ്മീർ മുതൽ നമ്മുടെ കന്യാകുമാരി വരെയുള്ള നമ്മൾ അതിർവരമ്പിട്ടിരിക്കുന്ന നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് അവർ മുസ്ലിമായി ജനിച്ചു പോയത് ഇവരാരും ഇവിടെ പത്തേമാരിയിൽ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തതല്ല. വിവിധ ഘട്ടങ്ങളിൽ ആളുകൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാനൊരു ഒബ്ജക്ട് ചെയ്യാണ്. എനിക്ക് എന്റെ ഈ കേരളത്തിൽ മാത്രം എന്താണ് അതിനോട് വിരക്തി? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലുമ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രം എന്തിനാണ് അതിന് വിലക്ക് എന്ന് വരുന്നതാണ് പ്രശ്നം. വിനോദ് സെൻ, അതൊരു വളരെ കൃത്യമായ പ്രശ്നം തന്നെയാണ്. പ്രശ്നം ഉണ്ടായിക്കോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല ഈ രാജ്യത്ത്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, ഞങ്ങൾക്കും അഭിപ്രായം പറയാം. ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ രാജ്യദ്രോഹികളാണ്, നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ രാജ്യസ്നേഹികളാണ്. ഞങ്ങൾ എങ്ങനെ അഭിപ്രായം പറയണമെന്ന് നിങ്ങളെ പോലുള്ളവരല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ അഭിപ്രായം പറയണമെന്നും ഞങ്ങൾ ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്നും 10 വർഷം കൊണ്ട് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ തിട്ടൂരം വേണ്ട. ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്, മനസ്സിലായില്ലേ? ഈ രാജ്യത്തെ താങ്കൾ ഈ പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ. താങ്കൾ ഈ വിഷയത്തിലേക്ക് വന്ദേ മാതരം ആലപിക്കാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇത് എന്തുകൊണ്ട് ഇവിടെ നടന്നില്ല? ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ നേതാവാണല്ലോ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. അവർക്കൊക്കെ വളരെ കൃത്യമായി വന്ദേ മാതരം ആലപിക്കാം. കേരളത്തിൽ അതിന്റെ ഒരു സ്റ്റാൻസ പോലും പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ സമ്മർദ്ദമുണ്ട്, അതിന് പിന്നിൽ ലീഗ് തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. എൻ്റെ സുഹൃത്തെ, കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും നിങ്ങൾ 82 രൂപീകരിച്ച പാർട്ടിയാണ്. അതിനു മുന്നേയും അതിന് പിന്നെയും നിങ്ങൾ ഈ വിവാദം ഇവിടുത്തെ വിദ്യാർത്ഥി സമരത്തിൽ നിന്നും അയോധ്യ കൊള്ളയിൽ നിന്നും എത്തനോൾ പെട്രോളിൽ നിന്നും ഇപ്പോൾ അവസാനം നടന്ന പരീക്ഷാ തട്ടിപ്പുകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വന്ദേ മാതരത്തെ ചാടിപ്പിടിച്ചതാണ്. ആ വന്ദേ മാതരം എൻ്റെ ഓർമ്മയിൽ, ഞാൻ മിനിയാന്ന് ജനൻ TV പറഞ്ഞാണ്, എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ കെ കരുണാകരൻ അനുസ്മരണത്തിന് വരെ നമ്മുടെ KPCC ഓഫീസിൽ ചൊല്ലിയ ഗീതമാണ്. വന്ദേ മാതരം ചൊല്ലാതെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ചടങ്ങുകളും ആരംഭിക്കാറില്ല. അപ്പോൾ വന്ദേ മാതരം 937 വന്നാണ്. എന്തായാലും 937 കേരളത്തിലെ BJPയോ ഇന്ത്യയിലെ BJPയോ അത് എഴുതിയതല്ല. അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് നിയമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ നിയമമൊക്കെ ഈ രാജ്യത്ത് നടപ്പിലായിക്കൊള്ളും. അതിന് നിങ്ങളുടെ ആശങ്കയും നിങ്ങളുടെ ഒത്താശയും വേണ്ട. 1. 2, ഈ മുസ്ലിം ലീഗ് പേടി. മുസ്ലിം ലീഗ് എത്രയോ കാലം കൊണ്ട് UDFൻ്റെ ഭാഗമാണ്. അവർ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കനുസരിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്.
ഈ രാജ്യത്ത് ഇന്നോളമുള്ള ഒരു ഭരണാധികാരികൾ, ഈ രാജ്യം നിങ്ങളുടെ കയ്യിലാണല്ലോ, ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി കേരളത്തിൽ UDFിൻ്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് വിധ്വംസക പ്രവർത്തനം നടത്തുകയാണെന്ന് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. യാതൊരു തരത്തിലും ഓക്കെ. അവർ ഞാൻ അപ്പോൾ ലീഗിന് വെള്ളപൂശുകയാണ്. ലീഗ് മതേതര പാർട്ടിയാണ്, ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.